ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തട്ടുകടയിൽ അതുപോലെ ബീച്ചിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഫുൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. ഇനി ഇത് 2 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, എങ്കിലും ഇതിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം 1 ടീസ്പൂൺ ചേർക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ സോയ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്ന 1 നാരങ്ങയുടെ നീരാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കോൺഫ്ലവറും അരിപ്പൊടിയും എടുത്തത് ചെറിയ സ്പൂണിലല്ല, എന്നാൽ ടേബിൾ സ്പൂണിൻ്റെ അത്രയും തന്നെ ഇല്ലണം. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. എല്ലാ കോളിഫ്ലവറും നമുക്ക് ഈ മസാലയിൽ നല്ലപോലെ കോട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണോളം ചേർത്തതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കളറായിരിക്കും, നല്ലൊരു റെഡ് കളറായിരിക്കും. അതിന് പകരം സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത്രയും ചേർക്കരുത്, നല്ല എരിവ് വരും. അപ്പോൾ അതിൽ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു എരിവ് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും തന്നെ നമുക്കിതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കോളിഫ്ലവറും മസാലയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോളം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലേൻ്റെ ആ ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.